പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ കേൾക്കണമെങ്കിൽ പ്രസംഗിക്കണം. പ്രസംഗിക്കുന്നത് എന്താ? വചനം. അപ്പോൾ വചനമാണ് ഒരുവനെ രൂപാന്തരപ്പെടുത്തുന്നത്. അത് ആദ്യ സമയം മുതൽ. അതുകൊണ്ടാണ് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. വചനം കേൾക്കുന്നവൻ ട്രാൻസ്ഫോംഡ് ആകുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറയുന്ന വാക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനെ തിരിച്ചു വരുത്തുന്നു. പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് ദൈവ വഴിയിലേക്ക് അവനെ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥ പാപിയെ വിശുദ്ധനാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ സിന്നർ ടു എ സെയിന്റ്. പാപിയായിരുന്ന നമ്മളെ വചനമാണ് വേർതിരിച്ച് തിരിപ്പിച്ച് ദൈവത്തിങ്കലേക്ക് അടുപ്പിച്ചത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അത് പ്രാണനെ തിരിച്ചു വരുത്തുന്നു, തിരികെ വരുത്തുന്നു. തണുപ്പിക്കുന്നു എന്നുള്ള വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള അർത്ഥം അത് പ്രാണനെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാപ വഴിയിൽ നിന്ന് തിരികെ വരുത്തുന്നു എന്നുള്ളതാണ്. ആൻഡ് വി ബിക്കം എ ന്യൂ ക്രിയേഷൻ. ഒരു പുതിയ സൃഷ്ടിയാക്കി വരികയാണ്. ഒരുവന്റെ രൂപാന്തരീകരണം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞങ്ങളുടെ യോഗത്തിനൊക്കെ പാടാ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ. സന്തോഷം ഉണ്ടായിക്കോട്ടെ, ഞാനതിനെതിരൊന്നുമല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. രൂപാന്തരം നടന്നില്ലെങ്കിൽ വെറും സന്തോഷം ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു പാപി അവൻ ഇവിടെ ഇരുന്ന് സന്തോഷിച്ചാലും, ദൈവമക്കളുടെ യോഗത്തിന് വന്നിരുന്ന് സന്തോഷിച്ചാലും, അവൻ പാപിയാണെങ്കിൽ അവൻ നരകത്തിലേ പോകത്തുള്ളൂ. യോഗത്തിന് വന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പോകത്തൊന്നുമില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. രൂപാന്തരം ഉണ്ടാകാതെ പുറമേ ചില കാര്യങ്ങൾ നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? പലപ്പോഴും നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളിൽ അങ്ങ് സംതൃപ്തരാകും. യഥാർത്ഥത്തിൽ ഒരു രൂപാന്തരീകരണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ പുറമേ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഞാൻ അതിനൊരു 3 ഉദാഹരണത്തോടെ പറയാം. 3 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഒന്നാമത്തേത് ഒരു പാമ്പിൻ്റെ രൂപാന്തരീകരണമാണ്. ഈ പാമ്പ് ഇങ്ങനെ നടന്ന് ചില പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പം തൊലി എല്ലാം ചുളുങ്ങി ഒരു പരുവമായപ്പം ഈ പാമ്പിന് ഭയങ്കര സങ്കടം. എന്നെ ഇപ്പം കണ്ടാൽ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊരു രൂപാന്തരം ആവശ്യമുണ്ട്. ഇതൊരു ഇടുക്ക് മതിലിനകത്തൂടെ കയറി ഇറങ്ങിയപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാമോ? പുറത്തെ പടം അങ്ങ് പൊഴിഞ്ഞു പോയി. ഇപ്പോൾ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ എന്തൊരു സുന്ദരനാ. പക്ഷെ പാമ്പ് സുന്ദരനായെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ജീവിതത്തിന് രൂപാന്തരം വല്ലതും വന്നോ? പുറമേ അവൻ്റെ പടം പൊഴിച്ചു കളഞ്ഞാലും അകത്ത് വിഷം തന്നെയാ. പടം പൊഴിച്ച പാമ്പ് കടിച്ചാൽ ചാകാതിരിക്കുവോ? പടം പൊഴിച്ച പാമ്പും കടിച്ചാൽ ചാകും. കാര്യം അവൻ്റെ ഉള്ളിൽ നിന്ന് വിഷം പോയിട്ടില്ല. അവന് യഥാർത്ഥത്തിലുള്ള രൂപാന്തരം ഉണ്ടായിട്ടില്ല. യഹോവയുടെ വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. അത് പുറമേ ഉള്ള പടം പൊഴിച്ചിൽ പോലെയല്ല. അകത്തെ വിഷമാ പോകേണ്ടത്, അല്ലാതെ പുറത്തെ തൊലി പോയാൽ പോരാ. അവൻ്റെ പുറമേ ഉള്ള ജീവിതത്തിൻ്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായെന്നും പറഞ്ഞ് ശരിയായിട്ടുള്ള രൂപാന്തരം ഉണ്ടായി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. പാമ്പ് പടം പൊഴിച്ചതുപോലെ ഞാൻ മാനസാന്തരപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. ചിലപ്പോൾ പറയും, പണ്ട് ഞാൻ 2 കുപ്പി കള്ളു കുടിക്കുമായിരുന്നു, ഇപ്പം വല്ലപ്പോഴും ഒരു പാട്ട് നടക്കുമ്പോൾ ഒന്ന് കുടിച്ചെങ്കിലേ, അല്ലാതെ ഞാനത് കുടിയൊക്കെ നിർത്തി. അല്ലെങ്കിൽ ഞാനിപ്പോൾ കള്ളു കുടിക്കത്തേ ഇല്ലെന്ന് പറയുന്നവരുണ്ടായിരിക്കും. കള്ളുകൂടി നിർത്തുന്നത് നല്ല കാര്യമാണെങ്കിലും നിനക്ക് രൂപാന്തരമൊന്നും ഉണ്ടായിട്ടില്ല. വചനം നിന്നെ രൂപാന്തരപ്പെടുത്തിയില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അത് പ്രാണനെ രൂപാന്തരപ്പെടുത്തുന്നു. അത് ആഴത്തിലുള്ള രൂപാന്തരീകരണമാണ്. ട്രാൻസ്ഫോർമേഷൻ നടക്കണം. യു നീഡ് ടു ബിക്കം എ ന്യൂ ക്രിയേഷൻ. രണ്ടാമത്തെ രൂപാന്തരീകരണം എന്ന് നമ്മൾ പുറമേ കാണുന്ന രൂപാന്തരത്തിൻ്റെ മറ്റൊരു ഉദാഹരണം ഈ കഴുകൻ്റെയാണ്. വൾച്ചർ. ഈ കഴുകനും ഇതുപോലെ പ്രായമൊക്കെ ആകുമ്പം ആകെപ്പാടെ ഒരു പ്രയാസമൊക്കെ ഉണ്ടായി. നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഏതെങ്കിലും ഒരു വലിയ മലയുടെയൊക്കെ മുകളിൽ പോയിരുന്ന് ഇങ്ങനെ തപസിരിക്കുന്നത് പോലെ ഇരിക്കും. അതിൻ്റെ പുറത്തെ തൂവലുകളെല്ലാം പൊഴിഞ്ഞു പോകും. എന്നിട്ട് പുതിയ തൂവൽ വരും. തന്നെയല്ല, അതിൻ്റെ നഖമൊക്കെ മാറി പുതിയ നഖമൊക്കെ വന്നു, കൊക്ക് ഒക്കെ മാറി പുതിയ കൊക്ക് വന്നു. കണ്ടാൽ സിംപ്ലനായിട്ട് സുന്ദരനായിട്ട് കഴുകൻ വരിക. അപ്പോൾ നമ്മൾ പറയും, കഴുകൻ്റെ ഒരു രൂപാന്തരമേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴും ശവം കണ്ടാൽ ശവവും തിന്നുകൊണ്ടിരിക്കും. ഇതുപോലെ പല ആളുകളുമുണ്ട്. പുറമേ ഒത്തിരി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും സാഹചര്യം വന്നാൽ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരുണ്ട്. പാമ്പിനെ പോലെ വിഷമുള്ളവരെ വിഷം കളയാതെ
പുറമേ പടം പൊഴിച്ചവരുണ്ട്, കഴുകനെ പോലെ തൂവലുകളൊക്കെ പുതുതായിട്ടുണ്ട്, പക്ഷേ ശവം തിന്നുന്നത് മാറ്റിയിട്ടില്ല. അങ്ങനെ ഒരു രൂപാന്തരമല്ല വചനം നമുക്ക് നൽകുന്നത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ കൺവേർട്ട് ചെയ്യുകയാണ്, അതിനൊരു പുതിയ സൃഷ്ടിയാക്കുകയാണ്. മൂന്നാമത് ഒരു രൂപാന്തരമുണ്ട്. ബട്ടർഫ്ലൈ നമുക്കറിയാമല്ലോ, ചിത്രശലഭങ്ങൾ. ഈ ചിത്രശലഭങ്ങൾ ജനിച്ചപ്പോഴേ ചിത്രശലഭമൊന്നും അല്ലായിരുന്നു, അല്ലേ? ഇറ്റ് വാസ് ജസ്റ്റ് എ വേം, ഒരു പുഴു. ഈ പുഴുവിന് ഒരു കൊക്കൂണിൽ ഒരു പുഴു, പക്ഷേ ഈ പുഴു അവിടെ ഇരുന്ന് രൂപാന്തരപ്പെട്ട് പുറത്തു വരുമ്പോൾ പുഴുവിൻ്റെ കുഞ്ഞായിട്ടല്ല പുറത്തു വരുന്നത്. ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ആസ് എ ബട്ടർഫ്ലൈ വിത്ത് ഇറ്റ്സ് വിങ്സ്. അതിൻ്റെ ചിറകുകൾ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ടോട്ടലി ന്യൂ ആണ്, പുതിയതാണ്. ഇന്നലെ വരെ പുഴു എഴഞ്ഞു നടക്കുകയായിരുന്നു, പക്ഷേ ഇന്ന് ചിത്രശലഭം പറന്ന് നടക്കുകയാണ്. ഇന്നലെ വരെ ഭൂമിയിൽ മണ്ണ് തിന്നുകയായിരുന്നു, ഇന്നത് തേൻ കുടിക്കുകയാണ്. ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ശരിയായിട്ടുള്ളൊരു രൂപാന്തരത്തിൻ്റെ ഉദാഹരണം. ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. ഇതുപോലെയുള്ള രൂപാന്തരീകരണം, ട്രാൻസ്ഫോർമേഷൻ ശരിക്കും നമുക്ക് തരുന്നത് വചനമാണ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് നമ്മുടെ പ്രാണനെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും പഴയ പാപപ്രവൃത്തിയിലേക്ക് പോവുകയില്ല. ഒരു ബട്ടർഫ്ലൈ പുഴുവിനെ പോലെ നടക്കത്തില്ല, അതിനെ പോലെ തിന്നത്തില്ല. അത് ഇന്നലെ കഴിച്ചുകൊണ്ടിരുന്നതല്ല ഇന്ന് കഴിക്കുന്നത്. മണ്ണ് തിന്ന് അത് ജീവിച്ചത്. പക്ഷെ ഇന്ന് ഒരു ബട്ടർഫ്ലൈയും മണ്ണ് തിന്ന് ജീവിക്കുന്നില്ല. അതിന് ഭൂമിയുമായിട്ടുള്ള റിലേഷൻ വല്ലപ്പോഴും വന്നൊന്ന് ഇരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം അത് തേനാണ് കഴിക്കുന്നത്. പഴയ പാപപ്രവൃത്തിയിലേക്ക് മടങ്ങിപ്പോകുന്നവനെ വചനം രൂപാന്തരപ്പെടുത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വചനം നമ്മളെ പഴയ പാപപ്രവൃത്തിയിൽ നിന്ന് മാറ്റിമറിക്കുന്നതാണ്. ജോൺ വെസ്ലിയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ജോൺ വെസ്ലി അറിയപ്പെടുന്ന ഒരു റിഫോമിസ്റ്റ് നവീകരണ പ്രസംഗകനും അനേകരെ കർത്താവിലേക്ക് നയിച്ച വ്യക്തിയാണ്. ഈ ജോൺ വെസ്ലിയുടെ അമ്മ സൂസന്ന വെസ്ലി, മക്കൾ കുറച്ച് പേരുണ്ട്, വളരെ കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്തിയതാണ്. അങ്ങനെയൊക്കെ ജോൺ വെസ്ലി കോളേജിൽ പഠിക്കാനായിട്ട് പോയപ്പോൾ ജോൺ വെസ്ലിക്ക് അമ്മ ഒരു വേദപുസ്തകം കൊടുത്തു. ഇന്നിപ്പം വേദപുസ്തകം വാങ്ങിക്കാൻ നമുക്ക് 300 400 രൂപ കൊടുത്താൽ മതി. പക്ഷേ അന്ന് വേദപുസ്തകം എന്ന് പറയുന്നതൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. അന്ന് വേദപുസ്തകം ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെ ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള ഒരു വചനം, ബൈബിള്, ജോൺ വെസ്ലിയുടെ അമ്മ സൂസന്ന ജോൺ വെസ്ലിക്ക് കൊടുത്തു. അപ്പോൾ ജോൺ വെസ്ലി തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഒന്നാമത്തെ കാര്യം, അവർ പാവപ്പെട്ടവരാ. അമ്മ എവിടുന്നാണ് ഈ പൈസ എല്ലാം സ്വരൂപിച്ച് എനിക്ക് ഈ ബൈബിള് തന്നത്? ഇത്രയും ഡു ഐ ഡിസേർവ് ദാറ്റ്? ഉടനെ സൂസന്ന വെസ്ലി ജോൺ വെസ്ലിയോട് പറഞ്ഞൊരു വാചകം, ജോൺ, ഈദർ ദിസ് ബുക്ക് വിൽ കീപ് യു അവേ ഫ്രം സിൻ ഓർ സിൻ വിൽ കീപ് യു അവേ ഫ്രം ദിസ് ബുക്ക്. ഒന്നുകിൽ ഈ വചനം നിന്നെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തും, അല്ലെങ്കിൽ നീ പാപത്തിൽ തുടർന്നാൽ പാപം ഈ ബുക്കിൽ നിന്ന്, ഈ പുസ്തകത്തിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു പാപത്തിൽ വീണു പോയാൽ പിന്നെയും നമ്മൾ ചിലപ്പോൾ പാട്ട് പാടിയെന്നിരിക്കും, പിന്നെയും പ്രാർത്ഥിച്ചെന്നിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അന്ന് വൈകുന്നേരം മിക്കവാറും വേദോസം വായിക്കത്തില്ല. അതൊരു പ്രശ്നമാണ്. കാരണം പാപം നമ്മളെ വചനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. എന്നാൽ ബൈബിളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ബൈബിൾ ട്രാൻസ്ഫോംസ് യു കംപ്ലീറ്റ്ലി. നമ്മളെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പൂർണ്ണമായും മാനസാന്തരപ്പെടുത്തുന്നതാണ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, പ്രാണനെ മാറ്റിമറിക്കുന്നു. തണുപ്പിക്കുന്നുള്ള വാക്ക് മാറ്റിമറിക്കുന്നു, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്നലെ പോയ വഴി വിട്ട് ആ ദൈവിക വഴിയിലേക്ക് നമ്മളെ മാറ്റിമറിക്കുവാൻ, അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ വചനത്തെ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ എല്ലാം അത് മാറ്റിമറിക്കുന്നു. അതൊക്കെ നമുക്ക് വായിക്കാം, പഠിക്കാം. പക്ഷേ ഞാൻ ആലോചിക്കായിരുന്നു, ശരിക്കും വചനം പഠിച്ചു കഴിഞ്ഞാൽ ആ വചനം നമ്മളെ സ്വാഭാവികമായി മറ്റുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പിന്നെ നമുക്ക് കഴിയത്തില്ല, അല്ലെങ്കിൽ നമ്മളത് ചെയ്യത്തില്ല. ഇപ്പം ഈ ഗിരിപ്രഭാഷണം തന്നെ ദൈവത്തിൻ്റെ വചനമാണല്ലോ. ആ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. എന്നിട്ട് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഇതുവല്ലോ നമ്മൾ ചെയ്യുമോ? കർത്താവ് തന്നെ പറയുക, 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ,
കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് നിങ്ങൾ അരുളിച്ചേരുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേത് തിരിച്ച് കാണിച്ചു കൊടുക്കുക. ഇത് ഈസി അല്ല. പക്ഷേ യഥാർത്ഥത്തിൽ വചനം രൂപാന്തരപ്പെടുത്തിയാൽ എന്നെ അടിക്കുന്നവന് മറ്റേ കരണം ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഞാൻ ചെയ്യും. അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ശക്തിയിലല്ല ഇത് ചെയ്യുന്നത്. വചനം എന്നെ രൂപാന്തരപ്പെടുത്തിയതാണ്. വചനം എന്നെ മാറ്റിമറിച്ചതാണ്. താഴോട്ടുള്ള ഓരോ വാക്യങ്ങളും, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തം വന്നിട്ട് ഈ ഷർട്ട് ഇങ്ങോട്ട് താടാ നിന്റെ ഉടുപ്പ് എന്ന് പറഞ്ഞ് എൻ്റെ ഉടുപ്പ് വലിച്ചു പറിച്ചെടുത്തു കഴിഞ്ഞാൽ, സഹോദര ഉടുപ്പ് മാത്രം പോരാല്ലോ, തണുപ്പ് കൂടുതലല്ലേ, ഈ പുതപ്പൂടെ എടുത്തു എന്ന് പറയാൻ കഴിയുന്നവനാണ് വചനത്താൽ രൂപാന്തരപ്പെട്ടവൻ. അപ്പോൾ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോവുക. യഹൂദന്മാരുടെ കാലയളവിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ കാലയളവിൽ റോമൻ അധീനതയിലായിരുന്നല്ലോ. അപ്പോൾ റോമൻ പട്ടാളക്കാർക്ക് ഒത്തിരി പ്രിവിലേജസ് റോമൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രിവിലേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഭാരമുള്ളൊരു കെട്ട് ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ഏതെങ്കിലും റോമാക്കാരനല്ലാത്ത ഒരുത്തിനെ കണ്ടു കഴിഞ്ഞാൽ, എടുക്കടാ ഇത് എന്ന് പറഞ്ഞ് അവൻ്റെ ചുമടെടുത്ത് മറ്റേ നോൺ ജ്യൂവിൻ്റെ തോളയിൽ വെക്കും. നടക്കടാ. ഒത്തിരി പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? 1 നാഴിക വരെ ദൂരമേ ഉള്ളെങ്കിൽ ആ 1 നാഴിക അവനെ കൊണ്ട് ചുമട് ചുമപ്പിക്കുവാൻ ഈ പട്ടാളക്കാരന് അധികാരമുണ്ട്. 1 നാഴിക കഴിയുമ്പം സ്വാഭാവികമായി നമ്മൾ പറയും 1 മൈല് കഴിഞ്ഞു, എന്നാ പിന്നെ ഇത് വിളിക്കട്ടെ. പിന്നെ മറ്റവൻ ആരെങ്കിലും വേറൊരു നോൺ ജ്യൂ വരുന്നത് വരെ നോക്കി നിന്ന് ഇത് ചെയ്യും. എന്നാൽ ദൈവവചനം രൂപാന്തരപ്പെടുത്തിയവനാണെങ്കിൽ, എടുക്കടാ ചുമട്, അവൻ എടുത്തു. 1 നാഴിക കഴിഞ്ഞപ്പോൾ, എന്നാ ഇവിടെ വെച്ചേരെ. സാറേ വീടെത്തിയില്ലല്ലോ, ഞാൻ വീട്ടിൽ കൊണ്ടുതരാം, ഇനി 1 മൈലൂടെ അല്ലേ ഉള്ളൂ, ഞാൻ എടുത്തോളാം എന്ന് പറയണമെങ്കിൽ അവന് യഥാർത്ഥത്തിൽ രൂപാന്തരം വന്നവനായിരിക്കണം. ആ രൂപാന്തരം അവന് വരുത്തുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്, വേറെ ഒന്നുമില്ല. ദൈവത്തിൻ്റെ വചനമാണ്. അവിടെ താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വീട്ടിൽ വായിച്ചാലും മതി. കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുകയെന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പഴയ കാലത്ത് ഒരു പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരു ക്രിസ്ത്യാനി സ്ത്രീ മിഷനറി, അവരെ പട്ടാളക്കാരെ കൊന്നു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു പെങ്കൊച്ച് പട്ടാള ക്യാമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് പട്ടാളത്തിൻ്റെ മേധാവിയെ ഒന്ന് കാണണം. അവർ ചോദിച്ചു, എന്തിനാടി? അല്ല, എനിക്ക് ഈ ബൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാനാ. കൊച്ചായതുകൊണ്ട് അവർ സമ്മതിച്ചു. പട്ടാള മേധാവിയുടെ അടുത്തുകൊണ്ട് നീ ബൊക്ക കൊണ്ട് കൊടുത്തു. എന്തിനാ നീ എനിക്കിത് കൊണ്ട് തന്നത്? എന്നെ പറഞ്ഞ്, എല്ലാ വർഷവും എൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാനൊരു ബൊക്ക കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അമ്മ ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ അമ്മയെ പട്ടാളക്കാർ കൊന്നു. അപ്പോൾ ഈ വർഷം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ആർക്കായി ബൊക്ക കൊടുക്കേണ്ടത്, അങ്ങേക്ക് ഇത് കൊണ്ട് തരാമെന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തു. കൊച്ചാ, പക്ഷേ അവളെ വചനം രൂപാന്തരപ്പെടുത്തി. അവൾ പറഞ്ഞു, എൻ്റെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. രൂപാന്തരത്തിൻ്റെ വചനം, ട്രാൻസ്ഫോർമേഷൻ. യഹോവയുടെ വചനം അല്ലെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അത് പ്രാണനെ മാറ്റിമറിക്കുന്നു, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഇനി നമ്മൾ വീണ്ടും സങ്കീർത്തനത്തിലെ 19-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ സാക്ഷ്യം, ദ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ്. യഹോവയുടെ സാക്ഷ്യം, യഹോവയുടെ വചനം എന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് യഹോവയുടെ സാക്ഷ്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 119-ാമത്തെ സങ്കീർത്തനം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ സർവ്വസമ്പത്തിനും എന്നതുപോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. അതായത് സാക്ഷ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിയിൽ എന്ന അർത്ഥത്തിൽ തന്നെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. 31-ാമത്തെ വാക്യത്തിലാണെങ്കിലും, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു, യഹോവയെ എന്നെ ലജ്ജിപ്പിക്കരുത്. സാക്ഷ്യങ്ങളോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വചനത്തോട് എന്ന് പറയുന്ന അതേ അർത്ഥത്തിലാണ്. 36-ാമത്തെ വാക്യം, ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാക്കണമേ. അതുപോലെ നമുക്കറിയാം, സാക്ഷ്യപ്പെട്ടകം വചനത്തിൻ്റെ ഒരു കോപ്പിയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? സാക്ഷ്യപ്പെട്ടകം പുറപ്പാട് 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 16-ാം വാക്യം 21-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ
നോക്കുക, അവിടെ എല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ വചനം. ആ സാക്ഷ്യം അവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അല്പബുദ്ധി എന്ന് പറയുന്ന വാക്ക് നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും അല്പബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തവർ, ബുദ്ധിഹീനർ എന്ന് പറയുന്ന വാക്കിന് തുല്യമായ വാക്കാണ്.